travel and food. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് കോട്ടപ്പുറം മുസിരീസ് പാർക്കിലാണ് വന്നിരിക്കുന്നത്. അപ്പോഴാണ് ഒരു ജെറ്റ് പോകുന്നത് കണ്ടത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ നാളിന് ശേഷമാണ് ഇവിടെ വരുന്നത്. പണ്ടത്തെക്കാളും ഇവിടെ ഇപ്പോൾ തിരക്ക് കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളിൽ നല്ല തിരക്കാണ് ഇപ്പോൾ. അതുപോലെ തന്നെ നല്ല മനോഹരമായിട്ടാണ് ഇവിടെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, ടൈൽസ് വാങ്ങിയിട്ടുണ്ട്, പിന്നെ അത്യാവശ്യം നല്ല ഫുഡ് സ്പോട്ടുകളുണ്ട് ഇവിടെ. പല ഏജ് വിഭാഗങ്ങളിലുള്ള ആൾക്കാരുടെയും ഒരു പ്രധാനപ്പെട്ട ഈവനിങ് സ്പോട്ടുകളിൽ ഒന്നായി മാറിയിട്ടുണ്ട്. ഫ്രണ്ട്സായിട്ടാണെങ്കിലും ഫാമിലീസായിട്ടാണെങ്കിലും നമുക്ക് ഇവിടെ വന്നിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു സമയം വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരുന്ന് സംസാരിക്കാൻ പല ആളുകൾക്കും ഇഷ്ടമുള്ള ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ പല സിനിമകളുടെയും ഷൂട്ടിങ്ങും ഇവിടെ നടക്കാറുണ്ട്. പ്രധാനപ്പെട്ട മറ്റൊരു ആകർഷണം ഇവിടുത്തെ സൺസെറ്റ്. നമുക്കിവിടെ മഴക്കാലമൊന്നും ഇല്ലെങ്കിലും നല്ല ഭംഗിയായിട്ട് തന്നെ ഇവിടുത്തെ സൺസെറ്റ് ആസ്വദിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഇപ്പോൾ സേവ് ദ ഡേറ്റ് ആണെങ്കിലും കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫോട്ടോഷൂട്ടൊക്കെ കുറേ അധികം ഷൂട്ടുകൾ ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിന് പറ്റിയൊരു ലൊക്കേഷനും നല്ല ലൈറ്റിങ്ങുമാണ് ഇവിടുത്തെ. പല രീതിയിലുള്ള ഭക്ഷണങ്ങളും ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ് പണ്ടത്തേക്കാളും. അതിലിപ്പോൾ മൊമോസ് ഉണ്ട്, കേക്കുകളുണ്ട്, പിന്നെ നോൺ വെജ് ഐറ്റംസ് ഉണ്ട്, ജ്യൂസസ്, അങ്ങനെ പല സാധനങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ അത് ഇരുന്ന് കഴിക്കാനായിട്ടും നല്ലൊരു ആംബിയൻസ് ഇവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നത്തെ പ്രധാന ആകർഷണം ബോട്ട് ടൂറാണ്. ഇവിടെ മുസിരീസ് പ്രൊജക്റ്റിൻ്റെ കീഴിലൊരു ബോട്ട് ടൂറുണ്ട്. അത് ഈ മുസിരീസ് പ്രൊജക്റ്റിൻ്റെ കീഴിലുള്ള പല ഹിസ്റ്റോറിക്കൽ പ്ലേസസും അവർ അതുകൊണ്ട് കാണിച്ചു തരും. അതിന് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യേണ്ടതാണ്. പിള്ളേർക്ക് കളിക്കാനായിട്ടൊരു പാർക്ക് ഇതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് അവർ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു ടാറ്റു സ്റ്റുഡിയോ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഈവനിങ്ങിൽ വീക്കെൻഡ്സിൽ ഇപ്പോൾ പല ആളുകളും സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഈ കോട്ടപ്പുറം പാർക്കിലേക്കാണ് വരുന്നത്. പിന്നെ അവിടെ ഒരു ആംഫി തിയേറ്റർ ഉണ്ട്. പല പരിപാടികളും അവിടെ നമുക്ക് കാണാൻ കഴിയും. ഇന്നും അവിടെ ജയചന്ദ്രനെ അനുസ്മരിച്ചുകൊണ്ടുള്ളൊരു ഗാന സ്മൃതിയാണ് നടക്കുന്നത്. കുറച്ചു നേരം നമ്മളത് കേട്ടിരുന്നു. ഈ പാർക്കിനോട് ചേർന്നാണ് നമ്മുടെ അതിപുരാതന രീതിയിലുള്ള കോട്ടപ്പുറം മാർക്കറ്റ്. ഇവിടെയും സിനിമ ഷൂട്ടിങ്, പല സിനിമകളുടെയും ഷൂട്ടിങ് നടന്നിട്ടുണ്ട്. പിന്നെ മനോഹരമായിട്ടുള്ള കോട്ടപ്പുറം പള്ളി പാർക്കിന് നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് കാണാം. അപ്പം അങ്ങനെ നമുക്ക് കുറേ കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. ഗാനമേള ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളുകളും ഇവിടെ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ എന്തായാലും പതുക്കെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, സപ്പോർട്ട് തരിക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. താങ്ക് യു.